3 പതിറ്റാണ്ട് മുമ്പ് കേരളത്തെ ആകെ സംഭ്രമിച്ച ISRO ചാരക്കേസ് വീണ്ടും സജീവമാവുകയാണ്. കേസിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച CBI പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. CBI DYSP സന്തോഷ് തുക്കറാൻ കോവിഡ് കാലം പരിഗണിച്ച് ഓൺലൈനായാണ് FIR കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്ന നിർദ്ദേശത്തോടെ സുപ്രീം കോടതി ഉത്തരവ് വന്നിട്ട് 1 മാസം കഴിയുന്നു. കേസിലെ 18 പ്രതികളും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെ ഉദ്യോഗസ്ഥരാണ്. അക്കാലത്ത് തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലെ CA ആയിരുന്ന S. വിജയൻ, SI തമ്പി, S. ദുർഗാദത്ത്, സിറ്റി പോലീസ് കമ്മീഷണർ VR രാജീവൻ, ക്രൈംബ്രാഞ്ച് IG സിബി മാത്യു, DYSP KK ജോഷുവ, സ്റ്റേറ്റ് ഇന്റലിജൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ രവീന്ദ്രൻ, IB ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാർ, IB അസിസ്റ്റന്റ് ഡയറക്ടർ CRR നായർ, സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർമാരായി GS നായർ, KV തോമസ്, ജോൺ പുന്നൻ, അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർമാരായ PS ജയപ്രകാശ്, ഡിൻഡ മാത്യൂസ്, ക്രൈംബ്രാഞ്ച് SP PG ബാബുരാജ്, SI യോഗേഷ്, ഇന്റലിജൻസ് ബ്യൂറോ ജോയിന്റ് ഡയറക്ടർ മാത്യു ജോൺ, ഉദ്യോഗസ്ഥരായ ബോബി, VK മോയിനി എന്നീ 18 പേരാണ് കേസിൽ പ്രതികളാക്കപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരായ ഒരാളും ഗൂഢാലോചനയിൽ പ്രതിപട്ടികയിലില്ല. അതാണ് പുതിയ കേസിലെ ഏറ്റവും സവിശേഷമായ മാനം. കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇനിയും വെളിയിൽ വന്നിട്ടില്ല. അത് കണ്ടാൽ മാത്രമേ CBI ഉദ്ദേശിക്കുന്ന ഗൂഢാലോചന എന്താവും എന്ന് വ്യക്തമാവുകയുള്ളൂ. പ്രതിപട്ടിക വെച്ച് നോക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയാണ് വിഷയം. 1980-കൾ മുതൽ തിരുവനന്തപുരത്ത് വലിയ സാന്നിധ്യമായ മാലിക്കാരെക്കുറിച്ച് അന്വേഷിക്കുവാൻ 1994 ഒക്ടോബർ 17 സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് പേട്ട CI സ്മാർട്ട് വിജയൻ എന്നറിയപ്പെട്ടിരുന്ന വിജയനെ രേഖാമൂലം ചുമതലപ്പെടുത്തി. അതോടെയാണ് ചാരക്കേസ് ആരംഭിക്കുന്നത്. മാലി താവളങ്ങളെല്ലാം പരിശോധിച്ച് വിജയൻ സമ്രാട്ട് എന്ന ലോഡ്ജിൽ താമസിച്ചിരുന്ന മറിയം റഷീദ, ഫൗസിയ എന്ന മാലിദ്വീപ് വനിതകൾക്ക് മതിയായ യാത്രാരേഖകൾ ഇല്ലെന്ന് കണ്ടെത്തി. അവരുടെ ബാങ്ക് അക്കൗണ്ടും വ്യാജമായിരുന്നു. പാസ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. അവരുടെ ഫോൺ രേഖകളിൽ അവർ VSSCയുടെ പല ഉദ്യോഗസ്ഥരുമായി, പ്രത്യേകിച്ചും വലിയ മലയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി പലവട്ടം സംസാരിച്ചതായി കണ്ടെത്തി. തങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് വിജയൻ ഒക്ടോബർ 19 ഋഷിരാജ് സിംഗിന് റിപ്പോർട്ട് നൽകി. അദ്ദേഹം കമ്മീഷണർ VR രാജീവൻ വഴി DGP ആയിരുന്ന TV മധുസൂദന് ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ചാരപ്രവൃത്തി നടക്കുന്നതായി സംശയമുണ്ടെന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു. വിശദമായ ഉത്തരവാണ് ഋഷിരാജ് സിംഗ് DGPയിൽ നിന്നും ആവശ്യപ്പെട്ടത്. IBയുടെ ജോയിന്റ് ഡയറക്ടറായിരുന്ന ശ്രീകുമാറുമായും താൻ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും അവർക്കും ഇവരുടെ പ്രവർത്തനങ്ങളിൽ സംശയമുള്ളതായി അറിയുന്നുവെന്നും അക്കാലത്തെ സിറ്റി കമ്മീഷണറായിരുന്ന VR രാജീവൻ സ്വന്തം കൈപ്പടയിൽ ആ കുറിപ്പിൽ DGPയെ അറിയിച്ചിരുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരം വഞ്ചിയൂർ പോലീസ് ക്രൈം നമ്പർ 225/20/1094 ആയി കേസ് രജിസ്റ്റർ ചെയ്തു. മറിയം റഷീദ, ഫൗസിയ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ ഋഷിരാജ് സിംഗും മധുസൂദനും ഒഴികെയുള്ളവരെ CBI ഗൂഢാലോചന കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. 2 വിദേശ വനിതകളെ അറസ്റ്റ് ചെയ്ത വിവരം കേന്ദ്ര വിദേശകാര്യ വകുപ്പിനെയും അറിയിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ സിറ്റി പോലീസ് കമ്മീഷണർ VR രാജീവൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഋഷിരാജ് സിംഗ്, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ എന്നിവർ ചോദ്യം ചെയ്തു. ചാരവൃത്തി നടന്നതായി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. മറിയം റഷീദയുടെ കയ്യിൽ നിന്നും പിടികൂടിയ ഒരു ഡയറിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. മാലിയിലെ ദിവ്യേഹി ഭാഷയിൽ എഴുതപ്പെട്ട ഡയറിയിലെ കുറിപ്പുകൾ കേരള പോലീസിന് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോക്കാർ ഡയറിയുമായി പോയി. ഇതിനിടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വാങ്ങി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡയറിയിലെ കുറിപ്പുകളുടെ വിവരങ്ങൾ കേരള പോലീസിന് ലഭിച്ചു. അക്കാലത്ത് 4000-ഓളം മാലിക്കാർ കേരളത്തിലുണ്ടായിരുന്നു. മറിയം റഷീദ മാലിയിലെ രഹസ്യ പോലീസ് അംഗമാണെന്നും മാലിയിലെ ഒരു മന്ത്രി നിയോഗിച്ചതനുസരിച്ചാണ് ഇന്ത്യയിലെത്തിയതെന്നും ഇന്ത്യയിലുള്ള മാലിക്കാർ അന്നത്തെ മാലി പ്രസിഡന്റ് അബ്ദുൽ ഗയൂമിനെതിരെ ഭീകരപ്രവർത്തനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അവരുടെ പ്രധാന ദൗത്യമെന്നും ഡയറിയിലുണ്ടായിരുന്നു. ഖയ്യൂം പുറത്താക്കിയ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അക്കാലത്ത് ഇന്ത്യയിലായിരുന്നു താമസം. അവർ തൻ്റെ അന്വേഷണ റിപ്പോർട്ടുകൾ കൃത്യമായി നാട്ടിലേക്ക് അയച്ചിരുന്നതായും ഡയറിയിലുണ്ടായിരുന്നു. ലഭിച്ച വിവരങ്ങൾ വെച്ച് പോലീസ് പുതുക്കിയ കേസ് രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് നവംബർ 13 കേസിന്റെ അന്വേഷണ വിവരങ്ങൾ DGP മധുസൂദനെയും ഇന്റലിജൻസ് വിഭാഗം മേധാവി രാജഗോപാലൻ നായരെയും
അറിയിച്ചുകൊണ്ടിരിക്കണമെന്നും നിർദ്ദേശമുണ്ടായി. IBക്കാർ കേസിൽ കൂടുതൽ താൽപ്പര്യം കാട്ടി. ചാരക്കഥകൾ കൊണ്ട് മാധ്യമങ്ങൾ നിറഞ്ഞു. ഒരു പത്രത്തിൽ അന്നത്തെ IG രമൺ ശ്രീവാസ്തവയ്ക്ക് കേസുമായി ബന്ധമുണ്ടെന്ന വാർത്ത വന്നതോടെ കേസിൽ നിന്നും സിറ്റി കമ്മീഷണർ രാജീവനും ഡെപ്യൂട്ടി കമ്മീഷണർ ഋഷിരാജ് സിംഗും പിന്മാറി. 1994 നവംബർ 15 DGP മധുസൂദനൻ, അക്കാലത്ത് ക്രൈംബ്രാഞ്ച് DIGയും കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധനായ അന്വേഷകൻ എന്ന് പേരുകേട്ട ഉദ്യോഗസ്ഥനുമായ സിബി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അക്കാലത്ത് സത്യസന്ധമായ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ സിബി മാത്യുവിനെ സർക്കാരും ഹൈക്കോടതി പോലും പല അന്വേഷണങ്ങൾക്കും നിയോഗിച്ചിരുന്നു. കേരളത്തെ നടുക്കിയ കല്ലുവാതുക്കൽ മദ്യദുരന്തത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം എങ്ങും എത്താതിരുന്നപ്പോൾ അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ച പൊതുപ്രവർത്തകരോട് CBI അല്ല, സിബി മാത്യുവാണ് അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞതും അദ്ദേഹത്തെ അന്വേഷണത്തിന് നിയോഗിച്ചതും അന്നത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KK ഉഷയായിരുന്നു. ആ കേസന്വേഷണത്തിൽ മണിച്ചനും മണിച്ചനിൽ നിന്നും മാസപ്പടി വാങ്ങിയ നിരവധി രാഷ്ട്രീയക്കാരും പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ചാരക്കേസിൽ മുഖ്യമന്ത്രി കരുണാകരൻ്റെ അടുപ്പക്കാരനായിരുന്ന IG ശ്രീവാസ്തവയ്ക്കെതിരെ അടക്കം ആക്ഷേപമുണ്ടായിരുന്നതുകൊണ്ട് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ സിബി മാത്യുവിൻ്റെ സത്യസന്ധമായ ഇമേജ് ഉപയോഗിക്കാനും സർക്കാർ ആഗ്രഹിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് സിബി മാത്യു നിയോഗിക്കപ്പെടുന്നത് എന്ന് അക്കാലത്ത് സംസാരമുണ്ടായിരുന്നു. സത്യസന്ധമായ കേസന്വേഷണത്തിന് ഇത്രയും തിളങ്ങി നിന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽപ്പെട്ട് മുൻകൂർ ജാമ്യം തേടേണ്ടി വരുന്നത്. അന്വേഷണ സംഘത്തിൽ SP ബാബുരാജ്, KK ജോഷുവ, S ജോഗേഷ്, S വിജയൻ, തമ്പി ദുർഗാദത്ത് എന്നിവരെയാണ് DGP ഉൾപ്പെടുത്തിയിരുന്നത്. ഇവരെല്ലാം പുതിയ കേസിൽ പ്രതികളാണ്. കേസന്വേഷണം പുരോഗമിച്ചു. മറിയം റഷീദ, ഫൗസിയ എന്നിവർക്ക് പുറമെ കേസിൽ ബന്ധമുണ്ടെന്ന് സംശയമുണ്ടായ ചന്ദ്രശേഖരൻ, ശശികുമാർ, നമ്പി നാരായണൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കാലത്ത് ISROയിൽ നിന്നും നമ്പി നാരായണൻ വോളണ്ടറി റിട്ടയർമെൻറ്റിന് ശ്രമിക്കുന്നതായി പോലീസിന് അറിവ് കിട്ടി. 1994 നവംബർ 1 അദ്ദേഹം ഇതിനുള്ള അപേക്ഷ സമർപ്പിച്ചു. അദ്ദേഹം സമർപ്പിച്ച അപേക്ഷയുടെ കോപ്പി പോലീസിന് ലഭിച്ചു. അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നതായും ചർച്ച നടത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. അതുകൊണ്ട് ഇവർ നാടുവിടാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ കൂടിയായിട്ടായിരുന്നു അറസ്റ്റ്. അറസ്റ്റിലായവരെ ഗസ്റ്റ് ഹൗസുകളിലാണ് താമസിപ്പിച്ചിരുന്നത്. സിബി മാത്യുവും സംഘവും 17 ദിവസമാണ് കേസ് അന്വേഷിച്ചത്. 1994 നവംബർ 30 സിബി മാത്യു DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്ന് ശുപാർശ ചെയ്തു. കേസിലെ സംഭവങ്ങൾ നടന്നത് കൊളംബോ, മാലിദ്വീപ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലുമാണ്. ബാംഗ്ലൂരിലെ വ്യോമസേനയുടെ ഗവേഷണ വിഭാഗത്തിൽ നിന്നും ചില രേഖകളും ചോർത്തിയതായും സൂചനയുണ്ടായിരുന്നു. കേരളത്തിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായി സൂചനയുണ്ട്. ഇക്കാരണങ്ങളാൽ ഇവിടെ അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതാവും. സിബി മാത്യുവിൻ്റെ ശുപാർശ DGP മധുസൂദനൻ ആഭ്യന്തര സെക്രട്ടറി CP നായരുടെ കൂടി അനുമതിയോടെ കേന്ദ്ര സർക്കാരിലേക്ക് അയച്ചു. അസാധാരണ വേഗത്തിൽ നടപടികളായി. 1994 ഡിസംബർ 2 തന്നെ കേസന്വേഷണം CBI ഏറ്റെടുത്തു. CBIയുടെ അക്കാലത്തെ ഡയറക്ടർ ജനറൽ ആന്ധ്രാപ്രദേശുകാരനായിരുന്ന വിജയരാമറാവു പ്രത്യേക വിമാനത്തിൽ തലസ്ഥാനത്തെത്തി. കേസ് രേഖകൾ വാങ്ങി. ആ ദിവസങ്ങളിൽ തന്നെ തലസ്ഥാനത്ത് ഒരു ഔദ്യോഗിക പരിപാടിയും ഇല്ലാതിരുന്ന പ്രധാനമന്ത്രി നരസിംഹറാവു തിരുവനന്തപുരത്ത് വന്ന് രാജ്ഭവനിൽ അന്തി ഉറങ്ങി. മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി. CBI 1.5 വർഷമെടുത്താണ് അന്വേഷണം പൂർത്തിയാക്കിയത്. 1996 ഏപ്രിൽ 30 എറണാകുളത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശശുദ്ധിയെയും ചോദ്യം ചെയ്തു. അപ്പോഴേക്കും കേരളത്തിൽ ഭരണമാറ്റമായി. കരുണാകരനെ പുറത്താക്കി ആന്റണി മുഖ്യമന്ത്രിയായി. CBIയുടെ കണ്ടെത്തലിനെതിരെ അപ്പീൽ കൊടുക്കുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. 1996 ഇടതു വിജയത്തിന് ചാരക്കേസും കാരണമായി. EK നായനാരായിരുന്നു അടുത്ത മുഖ്യമന്ത്രി. ചാരക്കേസ് പുനരന്വേഷിക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം റദ്ദാക്കിക്കൊണ്ട് 1997 ജനുവരി 26 സർക്കാർ ഉത്തരവിറക്കി. ഉത്തരവിനെ നമ്പി നാരായണൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. സർക്കാർ തീരുമാനം ഹൈക്കോടതി ശരിവച്ചു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതിയുടെ തീരുമാനം റദ്ദാക്കപ്പെട്ടു. രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. പുനരന്വേഷണ സാധ്യത ഇല്ലാതായി. നഷ്ടപരിഹാരത്തിനുള്ള നമ്പി നാരായണൻ്റെ കേസായി. മനുഷ്യാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് പോലെ
അന്വേഷണ ഉദ്യോഗസ്ഥർ നഷ്ടപരിഹാരം നൽകേണ്ടതില്ലെന്ന് കേരള ഹൈക്കോടതി 2012 സെപ്റ്റംബർ 7 ഉത്തരവായി. കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സറിഞ്ഞ് അന്വേഷണം നടത്തുന്ന CBI ചാരക്കേസിൽ കഴമ്പില്ലെന്ന നിഗമനത്തിലെത്തുമ്പോഴും ഇന്ത്യൻ പോലീസ് സേനയിലെയും സംഭവങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നവരുടെയും മനസ്സിൽ സംശയങ്ങൾ ധാരാളമാണ്. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അക്കാലത്തെ അഡീഷണൽ ഡയറക്ടറായിരുന്ന MK ധർ തൻ്റെ സർവീസ് സ്റ്റോറിയായ ഓപ്പൺ സീക്രട്ടിൽ ISRO ചാരക്കേസിനെ കുറിച്ച് ഒരു അധ്യായം തന്നെ എഴുതുന്നു. വീണുടഞ്ഞ റോക്കറ്റുകൾ എന്നായിരുന്നു ആ അധ്യായത്തിൻ്റെ പേര്. അധ്യായം 34 അതിൽ കേരള പോലീസിൻ്റെ കണ്ടെത്തലുകളായിരുന്നു ശരി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നരസിംഹറാവു CBI ഉപയോഗിച്ച് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കണ്ടെത്തലുകളെ അട്ടിമറിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീതി നടപ്പായാൽ പോരാ, നീതിയാണ് നടപ്പാക്കപ്പെട്ടതെന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടുന്ന വിധത്തിലാകണം നീതി നടപ്പാക്കേണ്ടതെന്നതും നിയമപ്രമാണത്തിലെ വലിയ വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാണ്. നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചാവണം നീതി നടപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തേണ്ടത്. കുപ്രസിദ്ധമായ ചാരക്കേസിൽ പുതിയ അന്വേഷണം തുടങ്ങുമ്പോൾ ഈ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന സംശയം ശക്തമാകുന്നുണ്ട്. സുപ്രീം കോടതിയാണ് കേസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് മുൻ സുപ്രീം കോടതി ജഡ്ജി DK ജയൻ അധ്യക്ഷനായി നടത്തിയ അന്വേഷണത്തിൽ കേസുമായി ബന്ധപ്പെട്ട ആരോടും തെളിവെടുത്തില്ല എന്ന പരാതി അവരുടെ അഭിഭാഷകർ തന്നെ കോടതിയിൽ ഉന്നയിച്ചു. അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു അക്കാര്യത്തിൽ കോടതി അന്ന് കൈക്കൊണ്ടത് എന്നാണ് പത്രങ്ങളിൽ വന്ന വാർത്ത. കേസുമായി ബന്ധപ്പെട്ടവർക്ക് തങ്ങളുടെ ഭാഗം പറയുന്നതിന് അവസരം കൊടുക്കാതെ എടുക്കുന്ന ഏത് തീരുമാനവും ഒരു രാജ്യത്തെയും നിയമം അനുശാസിക്കുന്ന നടപടിക്രമത്തിന് നിരക്കുന്നതല്ല. കേസിന് പിന്നിൽ ഗൂഢാലോചന നടന്നു എന്ന് അന്ന് CBI പറഞ്ഞിരുന്നു. അക്കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്ന് വേണം കരുതാൻ. FIR പുറത്താകുന്നതോടെ CBI ചിന്തിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാനാവും. കുപ്രസിദ്ധമായ ഇന്ദിരാഗാന്ധി വധക്കേസിൽ ഗൂഢാലോചന കേസിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് പ്രതികൾ ഒത്തുകൂടി ആലോചന നടത്തിയതിന് തെളിവുണ്ടാകണം. എന്നാൽ CBI സമർപ്പിച്ചിരിക്കുന്ന പ്രതികളിൽ പലരും പരസ്പരം ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ പോലുമാണ്. അതുകൊണ്ട് തന്നെ സാമാന്യ നീതി ബോധത്തിന് നിരക്കാത്തതാണ് ഈ സംഘത്തിൻ്റെ ഗൂഢാലോചന. കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന FIR പ്രതികളുടെ അവകാശമാണ്. എന്നാൽ ഈ കേസിൽ FIR പുറത്തുവിടാൻ കോടതി വല്ലാതെ വിമ്മിട്ടം കാണിച്ചു. പ്രതിഭാഗം അഭിഭാഷകൻ രേഖാമൂലം ആവശ്യപ്പെട്ടപ്പോഴാണ് FIR കൊടുക്കുവാൻ തയ്യാറായത്. അതും അതിലെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കില്ല എന്ന ഉപാധിയോടെ. സുതാര്യമായ നടപടിക്രമങ്ങളെ ആരാണ് ഭയപ്പെടുന്നത്? കേസിൽ 4-ാം പ്രതി സിബി മാത്യുവും 12-ാം പ്രതി ജയപ്രകാശും കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം തേടി. ഇതിന് ഹൈക്കോടതിയെ സമീപിച്ച ജയപ്രകാശിന് ജാമ്യം അനുവദിക്കരുതെന്ന വാദവുമായി നമ്പി നാരായണന്റെ അഭിഭാഷകർ എത്തിയത് അഭിഭാഷകരെ പോലും വിസ്മയിപ്പിച്ചു. കൃത്യമായ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം നീങ്ങുന്നതെന്ന് വ്യക്തം. അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന 4 ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി വിധവകളുടെ വിശദാംശങ്ങൾ പരസ്യമായതോടെ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്നവർ തങ്ങളുടെ നിലപാടിന് പുത്തൻ ന്യായീകരണങ്ങൾക്കായി പരതേണ്ട നിലയിലായി. മുസ്ലിം തീവ്രവാദികളെ ഭയന്ന് ലവ് ജിഹാദ് എന്ന വാക്കുപോലും ഉപയോഗിക്കാത്ത കടുത്ത മതേതര മാധ്യമങ്ങൾക്ക് വരെ നാവടഞ്ഞതുപോലെയായി. കേരളത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ കാണാതായ യുവതികൾക്കെല്ലാം പിന്നിൽ ലവ് ജിഹാദിൻ്റെ കെണികൾ ഉണ്ടെന്ന ചിന്ത ശക്തമാവുകയും ചെയ്തു. പാവപ്പെട്ട മലയാളി യുവതികളെ പ്രണയം നടിച്ച് വശത്താക്കി ജിഹാദികളാക്കി മാറ്റുന്നവരും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന വൻകിട മാധ്യമങ്ങൾ അടക്കമുള്ളവരും സംശയത്തിൻ്റെ നിഴലിലുമായി. 18 കഴിഞ്ഞ യുവതികൾക്ക് ഭരണഘടന നൽകുന്ന അവകാശം ജിഹാദികളാകുന്നതിന് അടക്കമാണോ എന്ന ചോദ്യവും അവരെ വളർത്തിയ മാതാപിതാക്കൾ ചങ്കുപൊട്ടുന്ന വേദനയോടെ ചോദിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മുസ്ലിം തീവ്രവാദികളായ ജിഹാദികളുടെ വിധവകളും കുട്ടികളുമായ 14,000 പേരാണ് 2019 അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് കീഴടങ്ങിയത്. അവരിൽ 403 വിദേശികളുണ്ട്. അവരിൽ 3 മലയാളികളടക്കം 4 ഇന്ത്യക്കാരും അവരുടെ കുട്ടികളുമുണ്ട്. വിദേശികളായ തടവുകാരെ തിരിച്ചു വേണമോ എന്ന അവരുടെ പഴയ മാതൃരാജ്യങ്ങളോട് സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തി. തങ്ങളുടെ പൗരത്വം ഉപേക്ഷിച്ച് ജിഹാദികളാകാൻ പോയവരെ തങ്ങൾക്ക് വേണ്ട എന്ന് ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങൾ ഉറച്ച നിലപാടെടുത്തു. ഭാരത സർക്കാർ തടവിൽ കഴിയുന്നവരെ സന്ദർശിച്ച് സംഭാഷണം നടത്തി അവർക്കാർക്കും തങ്ങളുടെ തീവ്രവാദ നിലപാടിൽ മാറ്റം വരികയോ തങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി എന്ന ചിന്ത ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് അവരുമായി സംസാരിച്ച ഭാരത സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടായ ബോധ്യം. അതോടെ ഇന്ത്യൻ പൗരത്വം തള്ളിപ്പറഞ്ഞ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ പൗരത്വം സ്വീകരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഭാരത സർക്കാർ ഉപേക്ഷിക്കുന്നതായുള്ള വാർത്തകൾ പരന്നു.
ഈ വർഷം അവസാനത്തോടെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറുന്നതോടെ അഫ്ഗാനിസ്ഥാനിൽ തടവിൽ കഴിയുന്നവരുടെ മാത്രമല്ല ആ രാജ്യത്തിൻ്റെ ആകെ സ്ഥിതി എന്താവും എന്ന ഭീതി ലോകത്താകെ ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാവണം ലവ് ജിഹാദ് ഇല്ലെന്നടക്കമുള്ള ശക്തമായ നിലപാടുകളിലൂടെ ഇസ്ലാം തീവ്രവാദികളെ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ന്യായീകരണ തൊഴിലാളികൾ വീണ്ടും പുത്തൻ വായ്ത്താരികളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അമ്മ, വിധവ, പിഞ്ചുകുട്ടികൾ തുടങ്ങിയ ഹൃദയസ്പർശകമായ ആവരണങ്ങൾ ചാർത്തിയ അവരുടെ പ്രതിരോധങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. ഇത്തരം പരിവേദനങ്ങളിൽ ഏറെ തീക്ഷ്ണമാണ് ജയിലിലുള്ള തിരുവനന്തപുരത്തുകാരി നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവിൻ്റെ വാക്കുകൾ. സമൂഹത്തിനു മുന്നിൽ എത്ര വലിയ ഭീകരപ്രവർത്തകയാണെങ്കിലും നഷ്ടപ്പെട്ട മകൾ അമ്മയുടെ തീരാവേദനയാണ്. അവൾ കുറ്റവാളിയല്ലെന്ന് കരുതാൻ അമ്മയ്ക്കാവും. തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ തേങ്ങലുകൾ അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. മകളെ കാണാതായ കാലം മുതൽ അവളെ തിരിച്ചു കിട്ടുവാൻ ആ അമ്മ എല്ലാ വാതിലും മുട്ടുന്നുണ്ടായിരുന്നു. ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവൾ നാടുവിടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും പോലീസിന് പോലും ഒന്നും ചെയ്യാനായില്ല. 18 കഴിഞ്ഞ പെൺകുട്ടിക്ക് അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്ന നിലപാടിലായിരുന്നു എല്ലാവരും. മകൾ എവിടെയെന്ന് പോലും ആ അമ്മയോട് പറയാൻ ആർക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ജിഹാദികളെ സംരക്ഷിക്കുന്നതിനുള്ള വ്യഗ്രതയിൽ ഒന്നും അമ്മയോട് പറഞ്ഞില്ല. അപ്പോഴാണ് അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ മകൾ ഉണ്ടെന്ന വാർത്ത വരുന്നത്. അതോടെ അവളെ തിരിച്ചെത്തിക്കണം എന്ന തൻ്റെ ആവശ്യം അമ്മ കൂടുതൽ ശക്തമാക്കി. ചതിവിലാണ് മകൾ മതം മാറ്റപ്പെട്ടതും ജിഹാദിയാക്കപ്പെട്ടതും എന്ന് ആക്ഷേപിക്കുമ്പോഴും ആ അമ്മ മകളെയും ഭർത്താവിനെയും കുഞ്ഞിനെയും അവരുടെ ഇപ്പോഴത്തെ മതമടക്കം സ്വീകരിക്കാം എന്ന തുറന്ന മനസ്സോടെയാണ് അവർ അഭ്യർത്ഥന നടത്തുന്നത്. അതായത് നിമിഷയുടെ മതം മാറ്റം ആ അമ്മ സമ്മതിക്കുന്നു. എന്നിട്ടും അവരെ പരിഹസിക്കുകയാണ് പലരും. നിമിഷയെ തിരിച്ചെത്തിക്കണം എന്ന ആവശ്യം സാധിച്ചു കൊടുക്കുവാനായാലും ഇല്ലെങ്കിലും അതോടൊപ്പം അവർ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ കേട്ടില്ലെന്ന് നടിക്കുന്നത് ആപത്താണ്. നിമിഷയെയും കൂടെ ജയിലിൽ കിടക്കുന്നവരെയും തീവ്രവാദികളാക്കിയവർ ഇപ്പോഴും കേരളത്തിൽ സ്വൈര്യമായി വിഹരിച്ചുകൊണ്ട് പുതിയ ഇരകളെ കെണിയിലാക്കുന്നത് എന്തുകൊണ്ട്? അവരെ പിടികൂടാത്തത് എന്ത്? തീവ്രവാദത്തിലേക്ക് ആളെ ചേർത്ത് കൊടുക്കുന്നവർക്ക് എതിരെ എന്തേ സർക്കാർ നടപടികൾ എടുക്കുന്നില്ല? നിമിഷ നാടുവിടാൻ സാധ്യതയുണ്ട് എന്ന സൂചന നൽകിയിട്ടും എന്തേ അത് തടയാൻ പോലീസ് നടപടിയെടുത്തില്ല? അക്കാലത്ത് DGP ആയിരുന്ന സെൻകുമാർ ജാഗ്രതയോടെ നടപടികൾ സ്വീകരിച്ചെങ്കിലും IG എല്ലാം വെച്ച് താമസിപ്പിച്ചു. നിമിഷയുടെ അമ്മയുടെ ഈ ചോദ്യങ്ങൾ സ്വന്തം മകളെ കഴുകൻ്റെ ചിറകിൽ നിന്നും കാത്തു സൂക്ഷിക്കുവാൻ ഭയപ്പെടുന്ന ഓരോ അമ്മയുടെയും മനസ്സിൻ്റെ വിങ്ങലായിട്ടുണ്ട്. BDSന് പഠിക്കുവാൻ കാസർഗോഡുള്ള ഒരു ഡെന്റൽ കോളേജിൽ ചേർത്ത നിമിഷയെ തീവ്രവാദിയാക്കിയവർക്കെതിരെ നടപടി വേണം എന്ന നിമിഷയുടെ അമ്മ ബിന്ദുവിൻ്റെ ഈ ആവശ്യത്തിന് ഏറെ തീവ്രമായ സാമൂഹിക മാനമുണ്ട്. കുട്ടികളെ മതം മാറ്റുന്നതിനായി ആ കോളേജിൽ തന്ത്രപരമായ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ആ അമ്മയുടെ പ്രധാന ആക്ഷേപം. ഈ ആക്ഷേപത്തെക്കുറിച്ച് എന്തേ എല്ലാവരും മൗനം പാലിക്കുന്നു? ആ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇത്തരം വേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ആ കോളേജിൽ മതം മാറ്റത്തിനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കെണിയിൽ പെടുത്തിയാണ് തൻ്റെ മകളെ അവർ അപകടത്തിലാക്കിയതെന്ന് ബിന്ദു വിശ്വസിക്കുന്നു. കാസർഗോഡുണ്ടായിരുന്ന DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നോട് വെളിപ്പെടുത്തിയ സത്യമാണിത് എന്നും അവർ പറയുന്നു. അതായത് ഇത്തരം കെണിയെക്കുറിച്ച് അധികൃതർക്കും അറിവുണ്ട് എന്ന്. മതം മാറിയ നിമിഷ 4 ദിവസത്തെ മാത്രം പരിചയമുള്ള ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു. ഇതിനെല്ലാം ഒത്താശ ചെയ്തവർ ഇപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ടെന്നത് സത്യമല്ലേ? ആ കുട്ടികൾ ജിഹാദികളായി എന്ന സത്യം ഇങ്ങനെ സഹായിച്ചവരെയെല്ലാം പ്രതിപട്ടികയിലാക്കുന്നില്ലേ? മകളുടെ ഭർത്താവായി മാറിയ പാലക്കാട്ടുകാരൻ ബെക്സൻ അഥവാ ഈസ എന്ന തീവ്രവാദിയല്ല മകളെ തീവ്രവാദിയാക്കിയതിൽ യഥാർത്ഥ പ്രതി എന്നാണ് അവർ പറയുന്നത്. പോണ്ടിച്ചേരിയിലെ ഒരു മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് തൻ്റെ മകളെ കെണിയിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പേരും വിവരവും അവർ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ബന്ധമുണ്ടാക്കി മനഃപൂർവ്വം തകർക്കുകയായിരുന്നു. അങ്ങനെ വല്ലാതെ തളർന്നുപോയ സമയത്താണ് കെണിയിലെ മറ്റൊരു കണ്ണിയായ മെറിൻ്റെ പ്രേരണയിൽ നിമിഷ ബെക്സനെ വിവാഹം കഴിക്കുന്നതെന്നാണ് ബിന്ദുവിൻ്റെ വെളിപ്പെടുത്തൽ. എല്ലാം വളരെ ആസൂത്രിതമായിരുന്നു എന്ന് ബിന്ദു ആരോപിക്കുന്നു. 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ ഏത് തീവ്രവാദിക്കൊപ്പം പോകുന്നതിനും കോടതി അനുവദിക്കുന്നതിലും ആ അമ്മ വല്ലാത്ത സങ്കടം പ്രകടിപ്പിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ബിന്ദു കൊടുത്ത ഹേബിയസ് കോർപ്പസ് കേസ് കേട്ട ജഡ്ജിയും അതേ നിലപാടെടുത്തു എന്നും ബിന്ദു പറയുന്നു. പിന്നീടാണ് മകൾ നാടുവിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയെക്കുറിച്ച് ബിന്ദു പോലീസിൽ പരാതിപ്പെടുന്നത്. ഭർത്താവിനോടൊപ്പം മകൾ പോകുന്നതിൽ എന്താണ് പിശക് എന്നായി പോലീസിലെ ഒത്താശക്കാർ. അങ്ങനെ മകൾ അതിഭീകരമായ ഗർത്തത്തിലായി. അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദിയായി. ഒരു യുവാവോ യുവതിയോ തീവ്രവാദിയാകുന്നത് എല്ലാ അർത്ഥത്തിലും അപരാധമാണ്. എങ്കിൽ അതിനൊത്താശ നിന്നവർ, സൗകര്യമൊരുക്കിയവർ, കെണിയിൽപ്പെടുത്തിയവർ എല്ലാം കൂട്ടുപ്രതികളല്ലേ?
18 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് മാതാപിതാക്കളുടെ സങ്കടത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ യുവതിയെ ഭർത്താവിനൊപ്പം പോകാൻ അനുവദിക്കുന്ന കോടതി അവരുടെ അന്തസ്സുള്ള തുടർ ജീവിതത്തിന് വേണ്ട ലക്ഷ്മണ രേഖകളെങ്കിലും വരയ്ക്കേണ്ടതല്ലേ? നാട് വിടുന്നതിനെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതല്ലേ? നിമിഷയുടെ അമ്മയുടെ ചങ്ക് പൊട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ വൈകുന്നതിനനുസരിച്ച് കേരളത്തിൽ കൂടുതൽ യുവതികൾ ഈ ജിഹാദി കെണിയിൽ പെടുകയാവും ഫലം. ഇങ്ങനെ ജിഹാദികളായ യുവതികളുടെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവരിൽ സോണിയ സെബാസ്റ്റ്യൻ്റെതായി വന്ന വീഡിയോയിൽ അവർക്ക് കുട്ടിക്കാലം മുതലേ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുണ്ടായിരുന്ന സംശയങ്ങളെക്കുറിച്ച് പറയുന്നു. ദൈവത്തിൻ്റെ ഏകത്വം, ത്രിത്വം, കുമ്പസാരം തുടങ്ങിയ വിഷയങ്ങളാണ് ആ കുട്ടിക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളായി ഉണ്ടായിരുന്നത്. സംശയം തീർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും അവർ പറയുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ ഏത് പ്രവൃത്തിക്കും ന്യായീകരണം കണ്ടെത്താനാവുമെന്നും അവർ പരിഹസിക്കുന്നു. ഏത് പ്രവൃത്തിയെയും താത്വികമായി വ്യാഖ്യാനിച്ച് ശരിയെന്ന് സമർത്ഥിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ടെല്ലാമാണ് ആ കുട്ടി മതം മാറിയെന്നാണ് പറയുന്നത്. സത്യമോ മിഥ്യയോ എന്നറിയാത്തവയാണ് ഈ വീഡിയോകൾ. എങ്കിലും അവിടെ ഉയർത്തപ്പെടുന്ന വിഷയങ്ങൾ ഗൗരവത്തോടെ കാണാൻ സമുദായത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും സാധിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെടുന്നത് പോലെ തന്നെ ദുരുപയോഗിക്കപ്പെടുന്നുമുണ്ട്. ഈ ദുരുപയോഗം കണ്ടു മടുത്തവർ അവയുടെ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുവാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. ഏതാനും പേർ സ്വാതന്ത്ര്യം വല്ലാതെ ദുരുപയോഗിക്കുന്നതിലൂടെ ആ സ്വാതന്ത്ര്യം വേണ്ടെന്ന ചിന്തയിലേക്ക് വളരെയധികം സാധാരണക്കാർ എത്തുകയാണ്. ഇത്തരം മനോഭാവം വളർത്തുന്നത് സാമൂഹിക വിരുദ്ധരാണെങ്കിലും അത് മുതലാക്കുന്നത് സ്വാതന്ത്ര്യം കവരുവാൻ പഴുതു നോക്കുന്നവരാണ്. കേരളത്തിൽ സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും കുറഞ്ഞു വരുന്നതായുള്ള ഔദ്യോഗിക കണക്കുകൾ പകർന്ന സൂചനകൾ സത്യമല്ലെന്നതിൻ്റെ തെളിവുകളാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്നത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ആയുർവേദ ഡോക്ടറായ വിസ്മയ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവൻ ഒടുക്കിയതായ വാർത്ത വന്നതിനെ തുടർന്ന് എത്ര സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. വിഴിഞ്ഞത്ത് വെങ്ങാനൂരിലെ അർച്ചന, ആലപ്പുഴ വള്ളിക്കുന്നത്ത് സുചിത്ര, എറണാകുളം വാത്തുരുത്തിയിൽ കനിമൊഴി കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസം മുമ്പാണ് കൊല്ലത്തെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വിട്ട് മറ്റൊരു യുവാവുമായി ഒത്തുവാസത്തിന് വന്ന 27-കാരി യുവതിയെ കാമുകൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത്. ഒരു ഒത്തുവാസക്കാരിയോട് കാമുകൻ ചെയ്ത ക്രൂരതയുടെ ചിത്രങ്ങൾ കണ്ട് ഞെട്ടാത്തവർ ഉണ്ടാവില്ല. കുടുംബത്തിൽ തന്നെ ഹോമിക്കപ്പെടുന്ന ഈ യുവതികളുടെ കണക്കുകൾ ആരെയാണ് അമ്പരപ്പിക്കാത്തത്? കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 66 ജീവിതങ്ങൾ ഇക്കാരണം കൊണ്ട് ഹോമിക്കപ്പെട്ടതായാണ് കണക്കുകൾ. 2016 25 മരണവും 3455 ഗാർഹിക പീഡന കേസും ഉണ്ടായ കേരളത്തിൽ 2020 കണക്കുകൾ യഥാക്രമം 6ഉം 2715 കുറഞ്ഞതായാണ് ഔദ്യോഗിക രേഖകൾ. 2010 മുതൽ വനിതാ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തത് 1000-ലധികം സ്ത്രീ പീഡന കേസുകൾ. എന്നാൽ വിസ്മയയുടെ വാർത്ത വന്നതിനെ തുടർന്ന് പൊന്തിവന്ന സംഭവങ്ങളുടെ ബാഹുല്യം സൂചിപ്പിക്കുന്നത് മരണക്കണക്കുകൾ ഒളിച്ചുവയ്ക്കപ്പെടുന്നു എന്നാവില്ലേ? വനിതാ കമ്മീഷനോട് ഒരു കുട്ടി പറഞ്ഞില്ലേ, എനിക്ക് പോലീസിൽ പറയാൻ പേടിയാണെന്ന്. അതാവില്ലേ കേസുകൾ കുറയാൻ യഥാർത്ഥ കാരണം? വിസ്മയുടേതുപോലെയുള്ള കഥകൾ വരുമ്പോൾ എല്ലാവരും ഇളകാറുണ്ട് എന്നത് സത്യമാണ്. ഏതായാലും DGP രൂപം കൊടുത്ത പുതിയ സംഘത്തിന് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത് 100-ലധികം പരാതികളാണ്. കേരളത്തിലെ 28 കുടുംബ കോടതികളിലായി തീരുമാനം കാത്തുകിടക്കുന്നത് 1,04,015 പരാതികൾ. വിവാഹം വേണ്ടെന്ന് പറയുന്നവരുടെ സംഖ്യയും കേരളത്തിൽ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ വനിതാ കമ്മീഷനിൽ നിന്നും ഒരു അധ്യക്ഷയ്ക്ക് അപമാനകരമായി പടിയിറങ്ങേണ്ടി വരുന്നതിൻ്റെ ചരിത്രം MC ജോസഫൈൻ്റെ പേരിൽ കുറിക്കപ്പെടുന്നു. 2017 മെയ് 27 ചുമതലയേറ്റ ജോസഫൈന് 9 മാസം കാലാവധി ബാക്കി നിൽക്കെയാണ് പാർട്ടിക്കും സർക്കാരിനും മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയ പ്രതികരണത്തിൻ്റെ പേരിൽ 2021 ജൂൺ 25 പദവി ഉപേക്ഷിക്കേണ്ടി വന്നത്. അവരെ നിയോഗിച്ച പാർട്ടിക്ക് ഒരു വിധത്തിലും ന്യായീകരിക്കുവാൻ ആവാത്തതായി അവരുടെ വാക്കുകൾ. ഒരു ചാനൽ പരിപാടിക്കിടെ ഭർത്താവ് ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് ഫോണിൽ പരാതിപ്പെട്ട ഒരു സ്ത്രീയോട് മോശമായി പ്രതികരിച്ചതാണ് വിനയായത്. കമ്മീഷൻ സിറ്റിങ്ങിനിടയിലും അവർ മോശമായി പെരുമാറിയതായി പരാതിയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ളവളാണ് ജോസഫൈൻ. ഒരുപക്ഷെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളാവാം. വനിതാ കമ്മീഷൻ അധ്യക്ഷയായ അവരിൽ നിന്നുമുണ്ടായ പ്രതികരണങ്ങൾ കേട്ട് കേരളം പലവട്ടം അമ്പരന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ അപ്രിയ ചോദ്യങ്ങളോട് അവർ വല്ലാതെ പ്രതികരിക്കുക ഏതാണ്ട് പതിവായിരുന്നു. PK ശശിക്കെതിരായി പാർട്ടി പ്രവർത്തകരുടെ പരാതി ഉണ്ടായപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് അവർ നടത്തിയ പ്രതികരണം വല്ലാത്തതായി. ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനും കോടതിയുമെല്ലാം പാർട്ടിയാണ് എന്നായിരുന്നു അവരുടെ പ്രതികരണം. പാർട്ടി സംവിധാനത്തെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ പക്ഷേ പൊതുസമൂഹത്തിന് മനം പുരട്ടുന്നതായി.
അയൽവാസിയുടെ ഉപദ്രവത്തെക്കുറിച്ച് പരാതി പറഞ്ഞ 87-കാരിയായ വൃദ്ധയോട് നേരിട്ട് ഹാജരാകുവാൻ പരുഷമായ ഭാഷയിൽ കൽപ്പിച്ചതും വല്ലാത്ത വിമർശത്തിനിടയാക്കി. പ്രശസ്ത എഴുത്തുകാരനായ ടി പത്മനാഭൻ അന്ന് അവരുടെ വാക്കുകളെ ക്രൂരത എന്നാണ് ചിത്രീകരിച്ചത്. ഉയർന്ന ശമ്പളവും കാറും എല്ലാം നൽകി ഇവരെ നിയമിച്ചത് ഇതിനോ എന്ന് അന്ന് പത്മനാഭൻ തിരക്കി. സ്ത്രീധനം നിരോധിച്ച നാട്ടിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒരിക്കൽ പറഞ്ഞത് സ്ത്രീധനം കൊടുക്കാമെന്നും അത് പെൺകുട്ടികളുടെ അക്കൗണ്ടിലേ ഇടാവൂ എന്നുമായിരുന്നു. സ്ത്രീ പീഡന കേസുകളിലെ പ്രതികളായ മറ്റു പാർട്ടിക്കാരെ കയ്യാമം വെപ്പിക്കുവാൻ ചാടിപ്പുറപ്പെടുന്ന കുട്ടി സഖാക്കളെ പോലെയായി ജോസഫൈനും. ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസുകാരിയായ രമ്യ ഹരിദാസിനെ കുറിച്ച് ഇടതുമുന്നണി കൺവീനർ വിജയരാഘവൻ നടത്തിയ അശ്ലീലം കലർന്ന പരാമർശത്തിനെതിരെ വന്ന ആക്ഷേപത്തെ രാഷ്ട്രീയ പ്രേരിതമായ പരാതിയായി ചിത്രീകരിക്കുവാൻ ജോസഫൈന് മടിയുണ്ടായില്ല. കേരള പോലീസിലെ ചൈത്ര തെരേസ ജോൺ എന്ന യുവ IPS ഓഫീസർ 2019 ജനുവരിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ അക്രമക്കേസിലെ പ്രതിയെ പിടികൂടുവാൻ CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തതിനെതിരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി വന്ന ഭീഷണികളെക്കുറിച്ച് പറഞ്ഞ പ്രതികരണവും പദവിക്ക് നിരക്കാത്തതായി. ചൈത്രയുടെ പ്രവൃത്തി ശരിയോ എന്ന് സർക്കാർ പരിശോധിക്കട്ടെ എന്നായിരുന്നു ജോസഫൈൻ്റെ പ്രതികരണം. വിവാഹ തട്ടിപ്പിന് ഇരയായ ഒരു സ്ത്രീ 2020 ഒക്ടോബറിൽ പരാതിയുമായി എത്തിയപ്പോൾ അവരോട് കയർത്ത ജോസഫൈൻ, നിങ്ങളെ അടിക്കുകയാണ് വേണ്ടത്, നിങ്ങൾ പറയുന്ന മുഴുവൻ കഥയും കേൾക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. ഒരു ചാനലിൻ്റെ ലൈവ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അവർ ഒരു പരാതിക്കാരിയോട് പറഞ്ഞ മറുപടിയാണ് അവസാനം അപമാനകരമായ സ്ഥാനനഷ്ടത്തിലേക്ക് നയിച്ചത്. പരാതി കൊടുക്കാനാവില്ലെങ്കിൽ സഹിച്ചോളൂ എന്ന പരാതിക്കാരിയോട് നടത്തിയ വിവാദ പരാമർശത്തെക്കുറിച്ച് ജോസഫൈൻ നൽകുന്ന വിശദീകരണം ആർക്കും സ്വീകാര്യമായില്ല. ആ പരിപാടിയിൽ ചാനലുകാരുടെ നിർബന്ധം മൂലം ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴാണ് താൻ സംബന്ധിച്ചതെന്ന് അവർ പറയുന്നു. പരിപാടിക്കിടയിൽ കുടുംബങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ കഥകൾ കേട്ട താൻ വല്ലാതെ അസ്വസ്ഥയായി. അപ്പോൾ വന്ന ആ പരാതിക്കാരിയിൽ പരാതി കൊടുക്കുവാൻ പോലും ഭയപ്പെടുന്ന ഒരു മകളെ കണ്ടതിൻ്റെ വിഷമം കൊണ്ടാണ് എങ്കിൽ അനുഭവിച്ചോളൂ എന്ന് പ്രതികരിച്ചു പോയതെന്നും ജോസഫൈൻ പറഞ്ഞു. അവർ പറഞ്ഞത് ആരും അംഗീകരിച്ചില്ല. അതിൽ സത്യമുണ്ടാവില്ലേ എന്ന് പോലും ചിന്തിച്ചില്ല. ജോസഫൈൻ പറയരുതാത്തത് പറഞ്ഞു എന്ന് പറയുമ്പോഴും ഒരു സ്ത്രീ തൻ്റെ ശാരീരിക അസ്വസ്ഥതയിൽ പറഞ്ഞുപോയ പ്രതികരണം എന്ന് മനസ്സിലാക്കുവാൻ സ്ത്രീപക്ഷക്കാർക്ക് പോലും സാധിക്കാത്തതും കേരളത്തിലെ സ്ത്രീപക്ഷക്കാരുടെ തനിനിറമല്ലേ വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തിയുടെ ചോരയ്ക്ക് വില പറയാൻ കിട്ടുന്ന അവസരം പാഴാക്കാതെ ഉപയോഗിക്കുന്ന വിചാരണക്കാരാണല്ലോ കാര്യം തീരുമാനിക്കുക. ഇനി ജോസഫൈനോട് അനീതി കാണിച്ചു എന്ന മുറവിളിയുമായി അവർ വരാം. ഒരിക്കൽ ചാരക്കേസിൽ നമ്പി നാരായണനും രമൺ ശ്രീവാസ്തവയ്ക്കും എതിരെ പറഞ്ഞവർ ഇപ്പോൾ വരുന്നത് പുത്തൻ ആവരണമിട്ടാണല്ലോ. ഇന്ദിരാഗാന്ധി ഭാരതത്തിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ 46-ാം വാർഷികമായിരുന്നു ജൂൺ 25. ആ കറുത്ത ദിനങ്ങളെ ഒരിക്കലും മറക്കാനാവില്ലെന്നും നാടിൻ്റെ ജനാധിപത്യ സത്തയെ ശക്തിപ്പെടുത്തുമെന്നും ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്ന മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുവാൻ ഓർമ്മ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തോട് ആഹ്വാനം ചെയ്തു. ജനാധിപത്യത്തെ സംരക്ഷിച്ച് മഹാന്മാരായ നേതാക്കൾക്കും മോദി ആദരം അർപ്പിച്ചു. അധികാരത്തോടുള്ള ആർത്തി മൂലം കോൺഗ്രസ് ജനാധിപത്യത്തെ തകർത്ത കാലമായിരുന്നു അതെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അനുസ്മരിച്ചു. ഇനിയും അത്തരം കറുത്ത നാളുകൾ ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കാം. ഷിലോഹൻ്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.